ഓട്ടോ തൊഴിലാളികളുടെ ഐക്യത്തിന് പുതിയ ചുവടുവയ്പ്. എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓട്ടോ ഡ്രൈവർമാരെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ച ഓട്ടോ ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു. കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബം പുലർത്താൻ ദിനംപ്രതി കഠിനാധ്വാനം ചെയ്യുന്ന ഓട്ടോ തൊഴിലാളികളെ ചേർത്ത് നിർത്തി അവരുടെ അവകാശങ്ങളും ക്ഷേമവും ഉറപ്പാക്കുക എന്നതാണ് ഓട്ടോ ക്ലബിന്റെ പ്രധാന ലക്ഷ്യം. ഓട്ടോ ഡ്രൈവർമാരുടെ സാമൂഹിക സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും പരസ്പര സഹകരണ മനോഭാവം വളർത്തുന്നതിനും ഓട്ടോ ക്ലബ് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ഓട്ടോ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. സാധാരണ ഏത് തൊഴിലിന് ചെയ്താലും അത് വർഷം മുഴുവൻ ആ ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആകസ്മികമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട്, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധുമിത്രാദികൾക്കുണ്ടാവുന്ന എന്തെങ്കിലും വിവാഹ ആവശ്യമടക്കമുള്ള ആവശ്യങ്ങൾ, മറ്റുള്ള മരണാവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ അവർ ഓടിക്കുന്ന വാഹനത്തിൻ്റെ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടി ടെസ്റ്റ് കയറ്റുമ്പോഴെല്ലാം ഒരുപാട് ഒഴിവ് ദിനങ്ങൾ അല്ലെങ്കിൽ ആ തൊഴിൽ ദിനങ്ങൾ ക്രമമായിട്ട് കിട്ടാത്ത ഒരു മേഖലയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആ തൊഴിൽ മേഖല എന്ന് പറയുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. യാത്രാ സൗകര്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഓട്ടോ തൊഴിലാളികൾ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അവരുടെ പ്രശ്നങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒരുമിച്ച് ശബ്ദമുയർത്താനുള്ള വേദിയായി ഈ ക്ലബ്ബ് മാറ്റുമെന്നും ഷിബു തെക്കുംപുറം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഓട്ടോ ക്ലബ്ബ് പ്രസിഡന്റ് അനിൽ രാമൻ നായർ, സെക്രട്ടറി ജൂബി സി കെ, ജോഷി പൊട്ടയ്ക്കൽ, പി എ പാദുഷ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.